ഏവർക്കും ഈസി ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റാണ്. അതിലെ ഇൻ ഹാർമണി, ഇതാണ് 3ാമത്തെ യൂണിറ്റ്. ഇതിലെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. അതായത് ക്ലാസ്സിലെ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഇൻ ഹാർമണി എന്താണ്? ഇൻ ഹാർമണി എന്ന് പറഞ്ഞാൽ പൊരുത്തത്തിൽ, ഐക്യത്തിൽ, സൗഹാർദ്ദത്തിൽ, അതൊക്കെയാണ് ഇതിനർത്ഥം. നല്ല പൊരുത്തത്തിലാവുക, ഐക്യത്തിലാവുക, സൗഹൃദത്തിലാവുക, അതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പോൾ താഴെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അപ്പം പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ചിന്തിച്ച കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നാവുമ്പോഴാണ് സന്തോഷം എന്ന് പറഞ്ഞതാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതും, വാട്ട് യു തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നതും, വാട്ട് യു സേ നിങ്ങൾ പറയുന്നതും, ആൻഡ് വാട്ട് യു ഡു നിങ്ങൾ ചെയ്യുന്നതും ആർ ഇൻ ഹാർമണി ഐക്യത്തിലാവുക എന്ന് ആ ഒരു അവസ്ഥയിലാവുമ്പോൾ, ഇതെല്ലാം വാക്കും ചിന്തകളും പ്രവൃത്തിയും ഐക്യത്തിലാവുമ്പോൾ, ഇതെല്ലാം ഒരേപോലെ ആവുമ്പോഴെന്താണ് സന്തോഷം ഉണ്ടാകുന്നുവെന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഇനി നമുക്ക് നേരെ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്, റോക്കി ദ പപ്പി. അപ്പോൾ പപ്പി എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയുടെ അല്ലെങ്കിൽ നായയുടെ കുഞ്ഞാണ് പപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റോക്കി എന്നാണ് ഈ നായ കുഞ്ഞിൻ്റെ പേര്, റോക്കി ദ പപ്പി. അപ്പോൾ പപ്പി നായക്കുഞ്ഞാണ് കേട്ടോ, അല്ലെങ്കിൽ പട്ടിയുടെ കുഞ്ഞ്. സോ നോക്കാം. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന ഈ പപ്പി, നായക്കുഞ്ഞ് എന്താ ചെയ്തത്? വാസ് റെസ്റ്റിംഗ്, റെസ്റ്റ് എടുക്കുകയായിരുന്നു. അണ്ടർ എ ട്രീ, മരത്തിന് താഴെ അതിങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. He had just enjoyed a yummy meal. അപ്പോൾ അവൻ എന്താണ്? ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ, നല്ല രുചികരമായ, യമ്മി ആയിട്ടുള്ള, രുചികരമായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പോൾ നല്ലൊരു ഭക്ഷണം അവൻ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് മരത്തിന് താഴെ. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് തേനീച്ചകൾ ബസ്ഡ് എന്ന് പറഞ്ഞാൽ തേനീച്ചകളുടെ ശബ്ദമാണ്. ബസ്സിങ് സൗണ്ട്, ആ സൗണ്ട് ഉണ്ടാക്കില്ലേ തേനീച്ചകൾ. സോ ആ സൗണ്ടിനെയാണ് ബസ് എന്ന് പറയാം. സോ ബസ്ഡ് എന്ന് പറഞ്ഞാൽ തേനീച്ച ശബ്ദമുണ്ടാക്കി. സോ ബീസ് ബസ്ഡ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ ശബ്ദമുണ്ടാക്കി. എറൗണ്ട്, ചുറ്റും, ഹിസ് ഹെഡ്, ഈ പപ്പിയുടെ, റോക്കി എന്ന പപ്പിയുടെ തലക്ക് ചുറ്റും എന്താണ്? തേനീച്ചകൾ ശബ്ദമുണ്ടാക്കി. പ്ലീസ് ഡോൺ ഇറിറ്റേറ്റ് മീ. ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക. സോ ഡോൺ ഇറിറ്റേറ്റ് മീ, എന്നെ ദയവ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യല്ലേ, ദേഷ്യം പിടിപ്പിക്കല്ലേ. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്, കണ്ണുകൾ, ക്ലോസ്ഡ്, അടച്ചു. സോ റോക്കി തൻ്റെ കണ്ണുകൾ അടച്ചു, ഈ നായക്കുഞ്ഞ് കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. പതുക്കെ ഹി ഫെൽ അസ്ലീപ്, അവൻ ഉറങ്ങി. ഫെൽ അസ്ലീപ് എന്ന് പറഞ്ഞാൽ സ്ലെപ്റ്റ് എന്നാണ് അർത്ഥം, ഉറങ്ങി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്. ക്രോ എല്ലാവർക്കും അറിയാം അല്ലേ? ക്രോ എന്ന് പറഞ്ഞാൽ കാക്ക. ഒരു കാക്ക വാസ് വാച്ചിങ് എവറിത്തിങ്, ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട്. കാണാലോ. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അപ്പം ഈ കാക്ക എന്ത് ചെയ്തു? ഫ്ലൂ, പറന്നു. ഫ്ലൈ പറക്കുക, ഫ്ലൂ പറന്നു. ഫ്ലൂ എന്ന് ഉച്ചരിക്കരുത്, പകരം ഫ്ലൂ എന്ന് ഉച്ചരിക്കുക. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു. എറൗണ്ട് ദ ബീസ്, ഈ തേനീച്ചകളുടെ ചുറ്റും അത് പറന്നു, ഈ കാക്ക പറന്നു. റോക്കി വോക്കപ്പ്, ഈ നായക്കുഞ്ഞ് എഴുന്നേറ്റു. ഡോൺ അനോയ് മീ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. അനോയ് മീൻസ് ബുദ്ധിമുട്ടിക്കുക. ഡോൺ അനോയ് മീ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഹി സെഡ്, ഈ പപ്പി പറഞ്ഞു. സോ വാട്ട് വിൽ റോക്കി ഡു, ഇനി എന്താണ് റോക്കി ചെയ്യാൻ പോകുന്നത്? ഈ പപ്പി നോക്കാം. ദ ചേസ്, ഇതാണ് ഈ സെക്ഷൻ്റെ പേര്. എന്തിനാണ് ചേസ് ചെയ്യുന്നത്, പിന്നാലെ കൂടുന്നത് നോക്കാം. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. അപ്പോൾ റോക്കി ഇങ്ങനെ നോക്കിയപ്പം എന്തിനെ കണ്ടു? ഒരു കാറ്റിനെ കണ്ടു, ഒരു പൂച്ച. ചേസിങ് എ സ്ക്വിറൽ, ഒരു സ്ക്വിറൽ, അണ്ണാനെ ചേസ് ചെയ്യുന്നത്. അണ്ണാൻ കുഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അണ്ണാനെ ഒരു കാറ്റ് ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നാലെ കൂടുന്നുണ്ടായിരുന്നു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ.
അപ്പം ഇത് കണ്ടപ്പോൾ, അതായത് ഈ പൂച്ച അണ്ണാൻ്റെ പിന്നാലെ കൂടുന്ന കണ്ടപ്പം റോക്കി ഈ പപ്പിക്കൊരു തമാശ കുറച്ചായാലോ, കുറച്ച് തമാശ കളിച്ചാലോ എന്ന് കരുതി. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ, കുറച്ച് തമാശ ആയാലോ എന്ന് കരുതി. എന്നിട്ട് എന്ത് ചെയ്തു ഈ റോക്കി എന്ന പപ്പി? ഹി ചേസ്ഡ് ദ ക്യാറ്റ്, ഈ ക്യാറ്റിൻ്റെ പിന്നാലെ കൂടി. സോ ഇവിടെ നോക്കണം, ക്യാറ്റ് സ്ക്വിറലിൻ്റെ പിന്നാലെയാണ്, അതായത് അണ്ണാകുഞ്ഞിൻ്റെ പിന്നാലെ കൂടിയപ്പം ക്യാറ്റിൻ്റെ പിന്നാലെ റോക്കി പിന്നാലെ കൂടി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. അപ്പോൾ ക്യാറ്റ് പറയാണ് റോക്കി എന്ന പപ്പിയോട്, ലീവ് മീ, എന്നെ വിടൂ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ഞാൻ ആ സ്ക്വിറലിനെ പിടിക്കട്ടെ, ഈ അണ്ണാനെ പിടിക്കട്ടെ. ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം, ക്യാറ്റ് ശബ്ദമുണ്ടാക്കി, ഒരു വല്ലാത്ത ശബ്ദം, ദേഷ്യപ്പെടുന്ന ശബ്ദം ഉണ്ടാക്കി. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംഡ് അപ്പ് എ ട്രീ. ബൈ ദെൻ, ആ സമയം കൊണ്ട്, ദ സ്ക്വിറൽ, അണ്ണാൻ എന്ത് ചെയ്തു? ഹാഡ് ക്ലൈംഡ്, കയറിയിട്ടുണ്ടായിരുന്നു. ക്ലൈംഡ് അപ്പ് ദ ട്രീ. ക്ലൈംഡ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ക്ലൈം എന്നാണ് പറയുക, ക്ലൈംബ് എന്ന് പറയുന്നത് ബി സൈലൻ്റ് ആണ്. സോ ക്ലൈംഡ് അപ്പ് ദ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ഡ് ദ കാറ്റ്. ആ സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവും അത് അണ്ണാൻ്റെ ശബ്ദമാണ്, സ്ക്വിറലിൻ്റെ ശബ്ദമാണ്. സോ ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ഡ് ദ കാറ്റ്. മോക്ഡ് എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു. മോക്ക്ഡ് എന്ന് പറയരുത്, മോക്ഡ്, അവസാനം ട് സൗണ്ടാണ് വരുന്നത്. സോ ഇറ്റ് മോക്ഡ് ദ കാറ്റ്, ഈ അണ്ണാൻ കുഞ്ഞ്, ഈ അണ്ണാൻ എന്ത് ചെയ്തു? കാറ്റിനെ പരിഹസിച്ചു. ദ കാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. അപ്പോൾ കാറ്റും എന്ത് ചെയ്തു? അണ്ണാൻ്റെ പിന്നാലെ കയറി. റോക്കി സ്റ്റുഡ് ബിലോ, താഴെ ഈ നായക്കുഞ്ഞ് റോക്കി പപ്പി ഉണ്ടല്ലോ, സ്റ്റുഡ് ബിലോ, താഴെ നിന്നു. ആൻഡ് ലുക്ഡ് അറ്റ് ദ കാറ്റ്, എന്നിട്ട് കാറ്റിനെ നോക്കി. സോ ക്യൂരിയോസിറ്റി അറൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? ഇനി കാറ്റ് എന്ത് റോക്കിയോട് പറയും? ഈ നായക്കുഞ്ഞിനോട് കാറ്റ് എന്ത് പറയും? ദ കെയറിങ് ക്രൗ, അതാണ് അടുത്ത സെക്ഷൻ. വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു കാക്ക. ദ സ്ക്വിറൽ ഡിസപ്പിയേർഡ് എമംഗ് ദ ലീവ്സ്. പൂച്ചക്ക് മരത്തിലേക്ക് കയറിയപ്പം സ്ക്വിറൽ എന്ത് ചെയ്തു? ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായി. എമംഗ് ദ ലീവ്സ്, ഇലകൾക്കിടയിലൂടെ എവിടെയോ അതങ്ങ് അപ്രത്യക്ഷമായി. ദ കാറ്റ് ലുക്ഡ് ഡൗൺ, കാറ്റ് താഴേക്ക് നോക്കി. ലുക്ഡ് ഡൗൺ. ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈം അപ്പ് ദ ട്രീ. അപ്പോൾ കാറ്റ് എന്താ കാണുന്നത്? ഹി സോ, അവൻ കണ്ടു, റോക്കി നമ്മുടെ നായക്കുഞ്ഞ് ട്രൈയിങ് ടു ക്ലൈം അപ്പ് ദ ട്രീ, മരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദ കാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. അപ്പം ഈ കാറ്റ് എന്ത് ചെയ്തു? ജംപ്ഡ് ഡൗൺ, താഴേക്ക് ചാടി. ജംപ്ഡ് എന്ന് പറയരുത്, ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്, എന്നിട്ട് ചാടിയിട്ട് രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്, കാക്ക അത് കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. ഈ ക്രോയുടെ, അതായത് കാക്കയുടെ നെസ്റ്റ്, നെസ്റ്റ് മീൻസ് കിളിക്കൂട്, പക്ഷിയുടെ കൂടിനെയാണ് നെസ്റ്റ് എന്ന് പറയാം. സോ കാക്കയുടെ കൂട് എവിടെയായിരുന്നു? ആ മരത്തിലുണ്ടായിരുന്നു. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. ചിക്സ് ഇവിടെ അർത്ഥം വരുന്നത് കാക്കയുടെ കുഞ്ഞുങ്ങൾ. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്, ഈ കാക്കയുടെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഷി വാസ് അഫ്രൈഡ്, കാക്കയ്ക്ക് ഭയമായി. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. കാക്ക എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട്, ചുറ്റും പറക്കാൻ തുടങ്ങി. സർക്ലിംഗ്, ചുറ്റും പറക്കാൻ തുടങ്ങി. അറൗണ്ട് റോക്കി, ഈ നായക്കുഞ്ഞ് ചുറ്റും. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. റോക്കി എഴുന്നേറ്റ് നിന്നു. സ്റ്റുഡ് അപ്പ്, എഴുന്നേറ്റ് നിന്നു. ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. ഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിലുള്ള. സോ പിറകിലുള്ള കാലിൽ, കണ്ടോ ഇതുപോലെ ഈ പിക്ചർ കാണുന്ന പോലെ പിറകിലുള്ള കാലിൽ ഉയർന്ന് ഇങ്ങനെ നിന്നു റോക്കി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാക്കാനാണ് ഇത്തരം ചോദ്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്ത് സംഭവിക്കും? ദ ഹംഗ്രി ക്രോ. അപ്പോൾ കാക്കക്ക് വിശക്കാണ്, അതാ പറഞ്ഞത്, വിശപ്പുള്ള കാക്ക. റോക്കി വോക്ക്ഡ് ബാക്ക്. നമ്മുടെ നായക്കുഞ്ഞ് വോക്ക്ഡ് ബാക്ക്, തിരികെ നടന്നു. ഓൺ ദ വേ, നടക്കുന്ന സമയത്ത്, ഹി ഗോട്ട് എ ബോൺ. ബോൺ എന്ന് പറഞ്ഞാൽ എല്ല്, ഒരു എല്ലും കഷ്ണം കിട്ടി. നമുക്കറിയാം നായകൾക്ക് എല്ലും കഷ്ണം കഴിക്കാൻ കഴിയും, അവർക്ക് ഇഷ്ടമാണ്. സോ ഹി സാറ്റ് ഓൺ ദ ഗ്രാസ്. പുല്ലാണ്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ലിൽ അതിരുന്നു. സാറ്റ് ഓൺ ദ ഗ്രാസ്, പുല്ലിലിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. ച്യൂയിങ്, ചവച്ചു. ഈ എല്ല് കടിച്ച് പൊട്ടിച്ച് ചവക്കാൻ തുടങ്ങി നായ. വാവ്, മഞ്ചി, വൂഷ്. എന്താണ്? ഓ മഞ്ചി, ഇല്ല എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചവക്കുന്ന ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. വൂഷ്, ആ ശബ്ദമാണ് പറയുന്നത്. സോ നല്ല രസമുണ്ട് എന്നാണ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. സന്തോഷം കൊണ്ട് കണ്ണൊക്കെ അടച്ചിട്ട് അവനിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഈ എല്ലും കഷ്ണം. അപ്പോൾ എന്താ സംഭവിച്ചത്? ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ.
അത് ആ കാക്ക ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഷി വാസ് വെരി ഹംഗ്രി, കാക്ക നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ഹംഗ്രി, വിശപ്പുണ്ടായിരുന്നു. ഷീ സ്നാച്ച്ഡ്, തട്ടിപ്പറിച്ചെടുത്തു. സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചെടുത്തു. ദ ബോൺ, എല്ലും കഷ്ണം. ആൻഡ് ഫ്ലൂ അവേ, പാറിപ്പോയി. ദാ പിക്ചറിൽ കാണാം, കാക്കയുടെ കാലുകളിൽ എല്ലും കഷ്ണം കാണാം. എന്നിട്ട് ദൂരേക്ക് പാറിപ്പോയി. ഓ യു നോട്ടി ക്രോ, നോട്ടി വികൃതി, കുസൃതിയുള്ള. സോ നോട്ടി ക്രോ, ഓ എന്തൊരു വികൃതിയായ കാക്കയാണ്, വികൃതി കാക്കയാണ്. റോക്കി ബാക്ട്, ബാക്ട് എന്ന് പറഞ്ഞാൽ കുരച്ചു, നായയുടെ കുരക്കാണ് ബാർക്ക് എന്ന് പറയാം, ബാക്ട്. സോ റോക്കി ബാക്ട്, നായക്കുഞ്ഞ് കുരച്ചു. ഈ ക്രോയിനെ നോക്കിയിട്ട് പറയാണ്, ഭയങ്കര നോട്ടിയാണ് നീ എന്ന് പറഞ്ഞു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, കയ്യിലുണ്ടായിരുന്ന എല്ലും കഷ്ണം പോയി, ഇനി എന്ത് ചെയ്യും അവൻ അറിയില്ല. ഹി ജംപ്ഡ് അപ്പ്, മുകളിലേക്ക് ചാടി. ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്, അപ്പോൾ മുകളിലേക്ക് ചാടി, സ്വാഭാവികം പിന്നെ താഴേക്ക് വരും, അങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചാടി നിന്നു, കുറേ സമയം ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്, തലയിലാകെ ചൊറിയാൻ തുടങ്ങി നായ. അതിൻ്റെ ആ ഒരു അസ്വസ്ഥത കാണിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന എല്ലും കഷ്ണം കാക്ക കൊണ്ടുപോയപ്പോൾ ആ ഒരു അസ്വസ്ഥത നായ പ്രകടിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്, അതിൻ്റെ തല ഇങ്ങനെ ചൊറിഞ്ഞു. ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, റോൾഡ് ഇങ്ങനെ കടന്നു ഉരുണ്ടു, മഡ് ചെളിയിൽ. സ്ലോലി, പതുക്കെ. ഹി കാംഡ് ഡൗൺ, അവൻ ഇങ്ങനെ പതുക്കെ അടങ്ങി ഒതുങ്ങി നിന്നു. കാം ഡൗൺ എന്താണ്, പിന്നെ അലമ്പൊന്നുമില്ലാതായി, ഈ പ്രശ്നമൊന്നുമില്ല, കാമായി, ക്വയറ്റായി, അനങ്ങാതെ നിന്നു. Rocky barked aloud and jumped up and down several times. Why? Rocky barked around aloud. Aloud means ഉറക്കെ. റോക്കി ഉറക്കെ കുരച്ചു, ബാർക്ക് ചെയ്തു, കുരച്ചു. And jumped up and down several times. കുറേ സമയം മുകളിലേക്കും താഴേക്കും ചാടി. Why? എന്തുകൊണ്ട്? Because the crow snatched his bone. ആ ക്രോ എന്ത് ചെയ്തു? ഇവൻ്റെ ബോൺ, അല്ലേ, അതായത് ഈ നായക്ക് കിട്ടിയ ബോൺ, BONE, കാക്ക കിട്ടിയ ബോൺ എന്ത് ചെയ്തു? ക്രോ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. സോ ദ ക്രോ സ്നാച്ച്ഡ് ഹിസ് ബോൺ, അവൻ്റെ ആ ഒരു ബോൺ, ഒരു എല്ലും കഷ്ണം എന്താണ്, കാക്ക കൊണ്ടുപോയി. സോ റോക്കി വാസ് റെസ്റ്റ്ലെസ്, അതായിരുന്നു കാരണം. സോ മഴ പെയ്യുന്നുണ്ട്, നോക്കാം. ദ ഹെവി റെയിൻ, ശക്തമായ മഴ പെയ്യുകയാണ്. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, നല്ല നീല കളറുള്ള തെളിഞ്ഞ ആകാശം, ബ്ലൂ സ്കൈ എന്തായി? ഗ്രൂ ഡാർക്ക്, ഇരുണ്ടു, മഴമേഘങ്ങൾ വന്നു, മഴ പെയ്യാനായി. ദ വിൻഡ് ഹൗൾഡ്, കാറ്റ് വീശിയടിച്ചു. വിൻഡ്, കാറ്റാണ് വിൻഡ് എന്ന് പറഞ്ഞാൽ. ഹൗൾഡ്, കാറ്റടിക്കുന്ന ശബ്ദമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സോ കാറ്റടിച്ചു. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. ഹെവി തണ്ടർ, വലിയ തണ്ടർ. തണ്ടർ മീൻസ് ഇടിമുഴക്കം, വലിയ ഇടിമുഴക്കം. ഷുക്ക് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഷുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇളക്കി അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിച്ചു, ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിച്ചു. നല്ല ശക്തമായ ഒരു ഇടിയങ്ങ് വന്നപ്പം ആകെ തരിച്ചു പോയി ഭൂമി ആകെ. ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ, എന്നിട്ടോ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്രാ ക്രാ ദ ക്രോ കൗഡ് അലൗഡ്. ക്രാ ക്രാ അതിൻ്റെ ശബ്ദമാണ്, ക്രോയുടെ, കാക്കയുടെ ശബ്ദമാണ് ക്രാ ക്രാ. ഇനിയോ ദ ക്രോ കൗഡ് അലൗഡ്. കൗഡ് അലൗഡ് കാക്കയുടെ ശബ്ദമുണ്ടാക്കി. സോ ക്രാ ക്രാ എന്ന് ക്രോ, കാക്ക. കൗഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കി. സോ കാക്ക ഇവിടെ കാക്ക എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കി, ഇത്രേ ഉള്ളൂ. ഷീ സോ ഹെർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. വിൻഡിൽ, കാറ്റിൽ അവളുടെ നെസ്റ്റ്, കൂട്, കാക്കയുടെ കൂട് ഇങ്ങനെ സ്വേയിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ടു. സൂൺ, ഉടനെ തന്നെ. ദ ബ്രാഞ്ച് ബ്രോക്ക്, കാക്കക്കൂടുണ്ടായിരുന്ന ആ ഒരു ബ്രാഞ്ച്, ചില്ല പൊട്ടി വീണു, ബ്രോക്ക്. ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, വീണു, താഴേക്ക് വീണു, ആ നെസ്റ്റ് താഴേക്ക് വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? അപ്പം ആ ഒരു കൂട്, കാക്കയുടെ കൂട് താഴേക്ക് വീണുന്ന രംഗമാണ്. ഇനി ചിക്സ്, ഈ കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതാണ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടത് ക്വസ്റ്റ്യൻ. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് ആയ, ശരണരായ ആൾക്കാർക്ക് സഹായം ചെയ്യുക, അതാണ് അടുത്ത ടൈറ്റിൽ വരുന്നത്. കിയോ റോക്കി ഹേർഡ് എ സൗണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, കാക്ക കുഞ്ഞുങ്ങളുടെ കരച്ചിൽ റോക്കി കേട്ടു. ഹി സോ ദ ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. എന്താ കണ്ടത്? ചിക്സ്, ഈ കാക്ക കുഞ്ഞുങ്ങൾ, ലൈയിങ്, കിടക്കുന്നു, ഓൺ ദ ഗ്രൗണ്ടിൽ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം. അവർക്ക് വേണ്ടിയിട്ട് പിറ്റി, ദയ തോന്നി. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്. എന്നിട്ടോ വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റിന് നേരെ ഈ റോക്കി നേരെ നടന്നു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം, അലിവ് തോന്നി. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം, അലിവ് തോന്നി. ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റിനടുത്തേക്ക് നടന്നു. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ സോക്ഡ് ഇൻ വാട്ടർ, അതായത് വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു.
ഡ്രെഞ്ച്ഡ് മീൻസ് നനഞ്ഞു. റെയിൻ മഴയിൽ, റെയിൻ എന്ന് പറഞ്ഞാൽ മഴയിൽ ചിക്സ് ആകെ നനഞ്ഞു കുതിർന്നു. കിയോ കിയോ ദെയർ ക്രൈ ബിക്കെയിം ലൗഡർ. അവർ ഉറക്കെ കരയാൻ തുടങ്ങി. കിയോ കിയോ അവരുടെ ക്രൈ ഉറക്കെ ആവാൻ തുടങ്ങി. ബിക്കെയിം ലൗഡർ ഉറക്കെ വന്നു. ദേ വർ ഷിവറിങ് അവരെന്താണ് ആകെ തണുത്തു വിറക്കുകയാണ്. ഡോണ്ട് വറി ഡിയേഴ്സ് പേടിക്കേണ്ട കേട്ടോ. റോക്കി കൺസോൾഡ് ദം. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിച്ചു. ഹെൽപ്പ് മീ റോക്കി ഹേർഡ് എ ക്രൈ. എന്നെ സഹായിക്കണമേ എന്ന് ഉറക്കെ കരയുണ്ട്. ആരാ? റോക്കി ഹേർഡ് എ ക്രൈ. റോക്കി ഒരു കരച്ചിൽ കേട്ടു. ഹി ടേൺഡ് ടുവേർഡ്സ് ദ സൗണ്ട്. ടേൺഡ് തിരിഞ്ഞു. ടുവേർഡ്സ് ദ സൗണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. എന്താ കണ്ടത്? ഹി സോ അവൻ കണ്ടു. ദ മദർ ക്രോ ഈ തള്ളക്കാക്ക ഉണ്ടല്ലോ, അമ്മക്കാക്ക, കോട്ട് അണ്ടർ അവിടെ പെട്ട് കിടക്കുകയാണ്. അണ്ടർ എന്തിനു താഴെ? എ ഫോളൻ ബ്രാഞ്ച് വീണ് കിടക്കുന്ന, ഫോളൻ വീണ് കിടക്കുന്ന, ബ്രാഞ്ച് ചില്ല വീണ് കിടക്കുന്ന ചില്ലേക്ക് അടിയിലായിട്ട് ഇത് കിടക്കുന്നു. ഹിസ് ഹാർട്ട് മെൽറ്റഡ് അവൻ അലിവ് തോന്നി. അവന് വല്ലാത്തൊരു വിഷമം തോന്നി. ഹാർട്ട് മെൽറ്റഡ് അവന് വിഷമം തോന്നി. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. കാക്കയുടെ ദേഹത്ത് കിടക്കുന്ന ആ ബ്രാഞ്ച് തള്ളി നീക്കാൻ റോക്കി തുടങ്ങി. ഇറ്റ് വാസ് ഹെവി നല്ല കനമുള്ള വെയിറ്റുള്ള ഒരു ബ്രാഞ്ച് ആയിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഹി പുൾഡ് ഇറ്റ് അവനതിനെന്ത് ചെയ്തു? നീക്കി. ഫൈനലി അവസാനം ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം ഈ നായക്കുഞ്ഞ് പപ്പി എന്ത് ചെയ്തു? ഈ ബ്രാഞ്ച് തള്ളി മാറ്റിക്കൊണ്ട് ക്രോയെ രക്ഷിച്ചു, കാക്കയെ രക്ഷിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ക്രോയുടെ കണ്ണുകൾ വെൽഡ് അപ്പ് കണ്ണുനീർ തുള്ളികളാൽ നിറഞ്ഞു. വെൽഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുള്ളികൾ വന്നു. ഷീ ലുക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? നന്ദി. അപ്പോൾ നന്ദിയോടെ റോക്കിയുടെ കണ്ണുകളിലേക്ക് ആ തള്ളക്കാക്ക് നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. ടേക്ക് കെയർ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി നടന്നകന്നു. ഇവിടെ ശ്രദ്ധിക്കൂ, റോക്കിയുടെ ബോൺ തട്ടിപ്പറിച്ച് സ്നാച്ച് ചെയ്ത് പോയ ആളാണ് ഈ തള്ളക്കാക്ക. അവസാനം ഈ തള്ളക്കാക്കക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് രക്ഷിക്കാൻ ഈ റോക്കിയാണ് ഉണ്ടായത്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ റോക്കീസ് പ്ലേസ്? ഇത് കുട്ടിയോട് ചോദിക്കണം. റോക്കിയുടെ പ്ലേസിൽ, ഈ നായക്കുഞ്ഞിൻ്റെ പ്ലേസിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുക. കുട്ടികൾ അതിന് ആൻസർ ചെയ്യട്ടെ. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. So thank you for watching.